ഒരാശ്വാസമോ ഇല്ലെങ്കിൽ അവർക്കൊന്ന് ഒരു 2 സ്റ്റെപ്പ് മുമ്പോട്ട് നടക്കാൻ വേണ്ടിയിട്ട് അവർക്ക് തോന്നുന്നുണ്ട് എൻ്റെ കുഞ്ഞു റീൽസ് കാണുമ്പോൾ എങ്കിൽ അവർ കുറച്ചും കൂടി ഒരു ദൈവാനുഭവത്തിലേക്ക് കുറച്ച് ശാന്തമാകാനൊക്കെ പറ്റുന്നു, വീണ്ടെടുത്തൊന്ന് എഴുന്നേക്കാനൊക്കെ തോന്നും. ഇത് പലരും പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായങ്ങളാണ്. ഇപ്പം നമ്മുടെ ഒരു കുഞ്ഞു പാർട്ട് ദൈവാനുഗ്രഹത്താൽ ഇവിടെ ഭൂമിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും വലിയൊരു അനുഗ്രഹം, സന്തോഷം. കെന്നയെയും ഹസ്ബൻഡിനെയും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഓഡിയൻസിനെ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ മഹത്വവും ദൈവത്തിന്. ഈ അച്ഛനും ഇപ്പം സോഷ്യൽ മീഡിയയിൽ അച്ഛൻ്റെതായ രീതിയിലൊക്കെ ഇപ്പം കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പം ഞങ്ങളും യൂട്യൂബ് ചാനൽ ഇങ്ങനെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് ചോദിക്കുക, ഇതിനൊക്കെ എങ്ങനെയാണ് ഒരു വൈദികൻ എന്നതിലെ സമയം കണ്ടെത്തുന്നത്, വീഡിയോസ് എടുക്കാനും ഒക്കെ കാര്യങ്ങൾക്കും? നമുക്ക് എല്ലാവർക്കും ഈ 24 hours ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷേ. ഞാനങ്ങനെ ഇങ്ങനെ ഒരു മീഡിയ ഫീൽഡിലോട്ട് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തുടങ്ങിയതല്ല. 2017 എൻ്റെ ഓർഡിനേഷൻ. ഞാൻ കോട്ടയത്തുള്ള ഗുഡ് ന്യൂസ് ധ്യാന കേന്ദ്രത്തിലാണ് അന്നു മുതൽ ഇപ്പോഴും നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും. ഹെറാൾഡ്സ് ഓഫ് ഗുഡ് ന്യൂസ് എന്ന പേരുള്ള ഒരു സന്യാസ സഭ, ഒരു മിഷണറി സഭയിലെ അംഗമാണ്. അതിൻ്റെ ഞങ്ങളുടെ ഒരു കുഞ്ഞു മിനിസ്ട്രി മാത്രമാണ് ഈ ധ്യാന കേന്ദ്രം. അപ്പോൾ അവിടെ ഒരു 1.5 വർഷമൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞിട്ടാണ് ശരിക്കും ഒരു ആസ് എൻ ഇവാഞ്ചലൈസേഷൻ പോലും, അങ്ങനെ ഒരു പ്രീച്ചിങ് പോലും ശരിക്കും തുടങ്ങിയത് അത് കഴിഞ്ഞിട്ടാണ്. അതുവരെ ബേസിക്കായിട്ടൊരു വൈദികൻ ചെയ്യേണ്ട വിശുദ്ധ കുർബാന അർപ്പണം, ഡെയിലി പ്രെയർ, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുമായിട്ടൊരു ബേസ് സ്പിരിച്വാലിറ്റിയിൽ അങ്ങ് ആരംഭിച്ചാണ്. ഒത്തിരി കഥകളുണ്ട് അതിൻ്റെ പിന്നിൽ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. പക്ഷെ ഇപ്പം അങ്ങനെ ചോദിച്ചാൽ ഒരു സമയം എങ്ങനെ ഇതിന് കണ്ടെത്തുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് യുവർ പാഷൻ യു ഓൾവേസ് ഹാവ് ടൈം അല്ലേ. സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത് ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഈസ് എ റൈറ്റ് വേർഡ്, പാഷൻ എന്ന് ഉപയോഗിക്കാമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കെപ്പോഴും അത് അങ്ങനെ തന്നെയാണ് തോന്നിയിരിക്കുന്നത്. ഒരു 2018 ലാസ്റ്റ് 2019 തുടക്കം മുതൽ എനിക്കതൊരു പാഷനായിട്ട് തോന്നി. ഒത്തിരി സെറ്റ് ബാക്സ്, ഒത്തിരി ഡ്രോബാക്സ്, വീഴ്ച കുഴികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കിഷ്ടമായതുകൊണ്ട് നമ്മൾ സമയം കണ്ടെത്തുകയാണല്ലോ. ഇപ്പോൾ ഓഫ് കോഴ്സ് ഒരു വൈദ്യൻ എന്ന നിലയിൽ ഡെയിലി ബൈബിൾ വായിക്കുന്നുണ്ട്, വിശുദ്ധ ബലിയുടെ ഭാഗമായിട്ടോ ഇല്ലെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിലോ ഒക്കെ ആയിട്ട്. പിന്നെ മെയിനായിട്ടൊരു പ്രീച്ചിങ് മേഖലയിലാണല്ലോ നിൽക്കുന്നത്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇപ്പം ധ്യാനകേന്ദ്രത്തിൽ നമ്മളൊരു 100 പേരോ 200 പേരോ 300 പേരോ, ഇപ്പം നമ്മളൊരു പള്ളികളിലൊക്കെ പോയി ധ്യാനങ്ങൾ നടത്തുന്നു, കൺവെൻഷനുകൾ നടത്തുന്നു. ഒരു 5000 പേരോ 10,000 പേരോ ഒക്കെ കേൾക്കാൻ സാധ്യതയുള്ളൊരു കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു ഓഡിയൻസിലേക്ക് അത് എത്താൻ പറ്റുന്നു. അപ്പം അത് ആസ് എ പ്രീസ്റ്റ്, ആസ് ആൻ ഇവാഞ്ചലിസ്റ്റ്, സുവിശേഷം പ്രഘോഷിക്കേണ്ട ഒരാൾ എന്ന നിലയിൽ ഇതൊരു സമയം കണ്ടെത്തുകയല്ല, ദിസ് ഈസ് പാർട്ട് ഓഫ് മൈ മിഷൻ. ഈ കാലഘട്ടത്തിൽ ശരിക്കും അത് ഉപയോഗിക്കുക എന്നുള്ളതാണല്ലോ. അത് ഒരുപാട് പേർക്ക് ഇപ്പം വിശ്വാസം ഉള്ളവർക്കും വിശ്വാസം ഇല്ലാത്തവർക്കും ഒക്കെ അത് ഒത്തിരി ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. അപ്പം അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തുകയല്ല, there is time. ഇഷ്ടമുള്ളത് കൊണ്ടേ. ഞാനൊക്കെ വിചാരിച്ചു ഇപ്പത്തെ വൈദികർ, ഇപ്പൊ അച്ഛന്മാരുടെ നല്ലോണം പാട്ട് പാടുന്ന അച്ഛന്മാർ ഒരുപാട് നമ്മുടെ മീഡിയയിൽ തന്നെ വരുന്നുണ്ട്. ഞാനും പാട്ട് പാടും, പക്ഷെ ആരും അത് സമ്മതിച്ചു തന്നിട്ടില്ല. അതൊരു പാട്ട് ഇല്ല, പാട്ടുപാടിയ ഡയലോഗ് പോലെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ മാത്രമേ പറയുന്നുള്ളൂ, നാട്ടുകാർക്കൊന്നും വലിയ അഭിപ്രായം ഇല്ല എൻ്റെ പാട്ടിനെ കുറിച്ച്. അതുകൊണ്ട് ഞാൻ തന്നെ ഇരുന്ന് പാടും, തോറ്റു കൊടുക്കത്തില്ല എന്ന് തീരുമാനിച്ച് തന്നെ പാടും. ഒത്തിരി പാട്ട് പാടുന്ന അച്ഛന്മാരൊക്കെ ഉണ്ട്, ടീച്ചേഴ്സും എല്ലാം. ഇപ്പം എന്താ, ഇപ്പൊ ഡാൻസ് നല്ലോണം കളിക്കുന്ന വൈദികരുണ്ട്, ഒരുപാട് റീൽസ്. ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് നമ്മുടെ വൈദികർക്ക് ഇത്രയും കഴിവുകൾ അവരും ചിന്തിക്കുന്നതിനെക്കാട്ട് അപ്പുറമായിട്ട് കഴിവുകള് നമ്മളത് പുറത്തോട്ട് കാണിക്കാത്തല്ലേ. ഒത്തിരി ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പം വൈദികർ ഇപ്പം ഡാൻസ് ചെയ്ത്, ഇപ്പൊ പാട്ടുപാടി, പ്രീച്ച് ചെയ്ത്, മിഷൻ ചെയ്ത്, എല്ലാം ആത്യന്തികമായിട്ട് അവരുടെ എല്ലാം ലക്ഷ്യം ഒരു വൈദികൻ ബലിപീഠത്തിൽ ഇല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിൽ തിരിച്ചറിഞ്ഞ ഈശോയെ പുറത്തോട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പല രൂപത്തിൽ കൊടുക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ അച്ഛന്മാരുടെ കയ്യിലും ഇങ്ങനത്തെ ഉറങ്ങിക്കിടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെങ്കിൽ അവർ പുറത്തോട്ട് കാണിച്ചില്ല എന്നൊക്കെ മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു വെരി ബ്യൂട്ടിഫുൾ ഒരു ഇൻഫ്ലുവൻസ് കാരണം തന്നെയാണ്. അല്ല, എനിക്കൊരു ഡൗട്ട് എന്നുള്ളത്, ഇങ്ങനെ വൈദികർ ഇപ്പം നിങ്ങളുടെ അച്ഛന്മാരുടെ കഴിവുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ കണക്കാൽ ഇങ്ങനെ ഡാൻസിൽ അതിനങ്ങനെ തെറ്റ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നേ, അത് ഇപ്പം കഴിവ് പ്രദർശിപ്പിക്കുക എന്നുള്ളതല്ല ഒരു വൈദികന്റെ ലക്ഷ്യം. ഞാൻ പറഞ്ഞ പോലെ വൈദികനായത് ഒരു വലിയൊരു ചോയ്സ് എടുത്തിട്ടാണല്ലോ. ഒരു 10, 12, 13 വർഷം, ചില കോൺഗ്രിഗേഷനിൽ 15 വർഷങ്ങളൊക്കെ നമ്മളൊരു ഫോർമേഷനിലൂടെയൊക്കെ കടന്നുപോയി. നമുക്കറിയാം എന്തിനാ ഇത് വന്നേക്കുന്നത്, വൈ ഡു വി ചൂസ് ദിസ്. പ്രഥമമായ ലക്ഷ്യം ഇതാണ്, സുവിശേഷ പ്രഘോഷം, ഈ ഭൂമിയിൽ ക്രിസ്തുവായി ജീവിക്കുക, അവരവരുടെ ഒരു ഫീൽഡിൽ അത് ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഡാൻസോ പാട്ടോ ഒന്നും അല്ല ലക്ഷ്യം. അപ്പോൾ ഒപ്പം തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഒരു കഴിവ്, അതിപ്പോൾ ഞങ്ങൾ സെമിനാരി ചേരുന്ന ആദ്യ വർഷം മുതൽ തന്നെ നമ്മുടെ ഒരു ടാലൻറ്റ് ഹണ്ടിങ് ഉണ്ട്. എൻ്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്നു, ഞാൻ സെമിനാരി കയറിയ ആദ്യത്തെ വർഷത്തെ ആദ്യത്തെ ആഴ്ച തന്നെ
ആൾക്കാരുടെ മുമ്പിൽ നിൽക്കേണ്ടി വന്നു. എൻ്റെ ഏറ്റവും വലിയ പേടി അതായിരുന്നു. സ്റ്റേജ് ഫിയർ ഇപ്പോഴും ഉണ്ട്. പീപ്പിൾ വോണ്ട് ബിലീവ്. ഞാനത് എപ്പോഴും ഒരു ക്രെഡിറ്റ് കൊടുക്കും. ഞാനിപ്പം പള്ളിയിൽ പ്രസംഗത്തിന് കയറുമ്പോഴത്തേനും സങ്കീർത്തി എന്ന് വെച്ചാൽ പള്ളിയുടെ പുറകിലുള്ള ഒരു സ്പേസിലിരുന്ന് ഞാനൊരു വെരുക് നടക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാറുണ്ട്. എന്നെ അത്രയും ക്ലോസ് ആയിട്ടിരിക്കുന്നവർക്ക് അത് നന്നായിട്ട് അറിയാം. ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. ഒറ്റയ്ക്കിരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ആൾക്കാർ പറഞ്ഞാൽ ചിലപ്പോൾ നുണയാന്നൊക്കെ വിചാരിക്കും, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒറ്റയ്ക്കിരിക്കാൻ. ആൾക്കാരുടെ മുമ്പിൽ ഫേസ് ചെയ്യാൻ ഒരു പേടിയൊന്നുമല്ല, പക്ഷേ ഒറ്റയ്ക്കിരിക്കുന്നതാണ് കുറേയും കൂടെ ഒരു സന്തോഷം എനിക്ക്. പക്ഷേ ഒരു മിനിസ്ട്രി നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്, ഒരു പുരോഹിതനാണ്, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കേണ്ട ഒരാളാണ്, ആ ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ഒരാളാണ്. അപ്പോൾ എനിക്ക് പബ്ലിക്കിൽ നിൽക്കുക എന്നുള്ളത് ഇറ്റ്സ് പാർട്ട് ഓഫ് മൈ മിഷൻ. ഭയങ്കര പേടിയാണ്, സ്റ്റേജ് ഫിയർ അതികഠിനമാണ്. പക്ഷേ കയറി കഴിയുമ്പോൾ ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ്. അത് ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ഗോഡ്. കർത്താവിന് മാത്രമേ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് എങ്ങനെ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോഴും അത്ഭുതപ്പെടുന്നുണ്ട്. കാരണം എനിക്ക് പേടിയുള്ളത് കൊണ്ട് ഞാൻ നന്നായിട്ട് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രിപ്പയർ ചെയ്ത് വായിച്ച് നോട്ടുകളൊക്കെ തയ്യാറാക്കി. എനിക്ക് നല്ല പേടിയുള്ളതുകൊണ്ടാണ്. കാരണം എനിക്ക് ഐ എം നോട്ട് കോൺഫിഡൻറ്റ് പല കാര്യങ്ങളിലും. ആൾക്കാർക്ക് രാവിലെ മോട്ടിവേഷനൊക്കെയാണ്, പക്ഷേ ചില കാര്യങ്ങളിൽ ഐ എം നോട്ട് സോ കോൺഫിഡൻറ്റ്. ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോകും. കാരണം അത് ഓഫ് കോഴ്സ് എൻ്റെ മുമ്പിലിരിക്കുന്ന ആൾക്കാരോടുള്ള റെസ്പെക്റ്റ് കൊണ്ട് തന്നെയാണ്. അവരെന്തേലും വന്ന് കേട്ടിട്ട് പോകാനല്ല. അവരുടെ ടൈം വളരെ വിലപ്പെട്ടതാണ്. എൻ്റെ വിലപ്പെട്ടതായതുപോലെ അതിനെക്കാട്ടും വിലയുള്ള ടൈം മാറ്റിവെച്ചാണ് 2-3 ദിവസമൊക്കെ ആൾക്കാർ ധ്യാനം കൂടാനോ പ്രീച്ചിങ്ങിനോ ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പം ഞാനത് ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഞാൻ അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ റെസ്പെക്റ്റാണ്. അത് പ്രിപ്പയർ ചെയ്ത് പോയിട്ട് തുടങ്ങുന്നത് എനിക്കറിയാം, ഞാൻ എഴുതി വെച്ചതായിരിക്കും തുടങ്ങുന്നത്. പക്ഷെ ഒരു 5 മിനിറ്റ് കഴിയുമ്പം വേറൊരു ആംഗിളിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ഒന്ന് അത്ഭുതത്തോടെ കണ്ടിട്ടുണ്ട്. 2 ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് വീണ്ടും പള്ളിയിൽ പോയിരുന്നൊരു താങ്ക്സ് ഗിവിങ്ങിന് വേണ്ടി പള്ളിയിൽ പോയിരിക്കുമ്പം ഞാനിങ്ങനെ ഈശോയോട് ചോദിച്ചിട്ടുണ്ട്, ഇതങ്ങ് വരുമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ എന്നെ ഇത്രയും സമയത്ത് മെനക്കെടുത്തിയെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ആ പ്രിപ്പറേഷൻ എപ്പോഴും ആൾക്കാരോടുള്ളൊരു റെസ്പെക്റ്റാണ്. പിന്നെ ആ പ്രിപ്പറേഷൻ എന്നോട് തന്നെയുള്ള ഇല്ല ചുമ്മാ ഓസിക്ക് പോയി നിൽക്കണ്ട എന്നുള്ളതാണ്. നമ്മൾ അധ്വാനിക്കുമ്പോൾ ദൈവം അതിനെ അനുഗ്രഹമാക്കി മാറ്റും. അപ്പം കഴിവുകളെ ഞാൻ പറഞ്ഞ തുടക്കം മുതലേ ഞാൻ പറഞ്ഞ സ്റ്റേജ് ഫിയറിനെ കുറിച്ച് പറഞ്ഞ മുമ്പോട്ട് പോയതാണ്. എനിക്ക് വിറയായിരുന്നു, കൈയും കാലും ഒക്കെ വിറയായിരുന്നു. അന്ന് ആദ്യത്തെ വായനയൊക്കെ കിട്ടിയപ്പോൾ ഒരു ബൈബിൾ ഭാഗം വായിക്കാനാണ് കിട്ടിയത്, പക്ഷേ ഐ വാസ് ഷിവറിങ് ലൈക്ക് എനിത്തിങ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഇംഗ്ലീഷ് അക്കാഡമി, മലയാളം അക്കാഡമി, പിന്നെ അവരുടെ ഒരു ടൈപ്പ് ഓഫ് ടാലൻറ്റ് ഹണ്ടിങ് ഉണ്ട്. പാട്ട് പാടാൻ അറിയാവുന്നവരെ, ആക്ടിങ്, സ്റ്റേജ്. ആ സെമിനാരി ലൈഫിൻ്റെ ആദ്യത്തെ ടൈം മുതൽ നമ്മൾ പബ്ലിക്കിൽ നിന്ന് തുടങ്ങുകയാണ്. ഒപ്പം തന്നെ അവർ പ്രോത്സാഹിപ്പിക്കുന്നു, അച്ഛന്മാർ, നമ്മുടെ ഫോർമേറ്റേഴ്സ്, നിങ്ങളുടെക്കുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി. നമുക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസോ, എഴുത്താണോ, വായനയാണോ, ഡാൻസ് ആണോ, എല്ലാം സെമിനാരിയിൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വേൾഡ്. അവിടെ അതെങ്ങനെ അടഞ്ഞിരിക്കുന്നതുകൊണ്ട് മിസ്റ്റീരിയസ് തിങ്സ് എപ്പോഴും നമുക്ക് ഭയങ്കര ക്യൂരിയസ് ആയിരിക്കുമല്ലോ. നിങ്ങൾ അതിൻ്റെ അകത്ത് കയറിയിട്ടില്ലാത്തതുകൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ ഒരു ലൈഫാണ് അവിടെ. ഞാനൊന്ന് തിരിച്ചു പോകാൻ, അതായത് ഈ സമയത്തിൻ്റെ ഘടികാരത്തിൻ്റെ ഒന്ന് തിരിച്ചു പിടിക്കാൻ പറ്റില്ല, പക്ഷേ അങ്ങനെ ഒരു ചാൻസ് ഒക്കെ നമ്മുടെ ഒരു ടൈം ട്രാവൽ വാച്ചൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം, സ്കൂളിൽ പോകണമെന്ന് വലിയ ആഗ്രഹമില്ല, പക്ഷേ ഐ മിസ് ദ സ്കൂൾ. സെമിനാറി ലൈഫ് ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എന്നൊക്കെ ചുമ്മാ ഒരു ഇമാജിനേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട്.